ആ ആമ്പല് പറിച്ചല്ലേ. അങ്ങനെ കഴിച്ചത് ആദ്യത്തെ പൂ കിട്ടിയട്ടാ, ചെമ്പരത്തി. ഇതാണ് വരി എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് സാധനം. ഇത് നമ്മളെ കുഞ്ഞാ പെണക്കാണോ, വെറൈറ്റി പേരാട്ടോ. നമ്മളെ നാട്ടിൽ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന 2 പേരുള്ള കുട്ടികളാണ് ഇത്. ഉണ്ടല്ലേ എന്ത് ഗായ്സ്. അപ്പൊ ഗായ്സ്, നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജാനുസ് പോയിട്ടാ. അപ്പോൾ ഗൈസ്, എല്ലാവരും അങ്ങനെ ഓണൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങളും ഓണൊക്കെ അടിച്ച് പൊളിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇത് അവസാനം ഇന്ന് എത്ര പൂവ്? 7 പൂവായിട്ടാ. സത്യത്തിൽ ഇപ്രാവശ്യം 11 പൂവുണ്ടോ? ഇപ്രാവശ്യം 11 പൂവുണ്ട് കേട്ടാ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് പൂട്ടെ. 2 ദിവസം ഞങ്ങൾ കടയിൽ നിന്ന് പൂ വാങ്ങിയിട്ടാ. അപ്പോൾ ഭയങ്കര പൈസ ഇപ്രാവശ്യം പൂവിന്, ഭയങ്കര പൈസയാണ്. വെള്ളക്കൊക്കെ 100-ന് 70 ഉറുപ്പ്യ കേട്ടാ. വെള്ള എന്താ പറയാ, അപ്പൊ ഇതൊന്ന് ശീവ ചേട്ടാ എന്താ പറഞ്ഞ് കൊണ്ടിടുന്നാറ്റാ പറഞ്ഞത്. അപ്പുറത്ത് എന്താ സാധനം കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ താഴത്തെ വയലിലും നമ്മളെ വീടിന്റെ പരിസര പ്രദേശത്തും പോയിട്ട് പൂപ്പറിക്കുന്ന കാഴ്ചകളാണ്. ഞാനിക്കുട്ടിനെത്തിയല്ലോ. ഞാനിക്കുട്ടാ ഇങ്ങോട്ട് വന്നേടോ. ഞാനിക്കുട്ടൻ ഞങ്ങളോട് പിണങ്ങിയിരിക്കും. ഞങ്ങള് കുറച്ച് കുത്തക്കടലെ കളിച്ച് നമ്മളായിട്ട് പിണങ്ങിയിരിക്കുന്നു അല്ല മനുഷ്യ. ഇപ്പൊ നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് പോകുന്നത് ഒന്ന് പറഞ്ഞു കൊടുത്തേ. പൂ പറിക്കാൻ പോകുന്ന കേട്ടാ. അപ്പോ നമ്മള് അത് കാണിച്ചു കൊടുക്കാം. അത് അവിടെ വെക്ക്, പപ്പ വന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഓരോന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടാ. നീ എല്ലാം എടുത്ത് പുറത്ത് വെക്ക്. അപ്പൊ ഗൈസ്, അപ്പം നമ്മൾ പിന്നെ നേരെ താഴത്തെ വയലിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മളെ നാടൻ പൂവ് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ ആ പറിക്കുന്നതും ഞങ്ങളുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ അത്തക്കളം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് നോക്കിയതിന് ശേഷം നമ്മളടുത്ത് ബാലൻസുള്ള പൂവ്, അതുപോലെ തന്നെ അടിപൊളി ഒരു പിന്നെ നമ്മളെ എന്താ പറയുക ജിത്യ വലിയ കാര്യത്തിൽ തറയൊക്കെ കെട്ടി പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴ വന്ന് അതൊക്കെ എന്തായിപ്പോയി, നമുക്ക് പൂവിടാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. എന്നിട്ട് നേരെ നമുക്ക് വയലിലേക്ക് പോകാം. ഇതാട്ടോ നമ്മളെ ഇന്നത്തെ പൂക്കളാണ്. അപ്പോൾ ഇതൊക്കെ മൊത്തം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ടിട്ട പൂവാ ഇന്നൊക്കെ. അപ്പോൾ നമ്മളുടെ അടുത്ത് കയ്യിൽ ഇപ്പോൾ ഇത്രയും പൂവ് ബാലൻസ് ഉണ്ട് അല്ലേ. വൈറ്റ് ചെട്ടിയുണ്ട്, ചെമന്തി ഉണ്ട്, വെള്ള ഉണ്ട്, പിന്നെ റോസ് ഉണ്ട്, പിന്നെ അത് റോസാ മോനെ, വേറെ 2 കളർ റോസാ അത്, പിന്നെ മല്ലിക. ഇത്രയും സാധനം ഉണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6 താരം നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ 2 താരം കൂടി നമുക്ക് വേണ്ടു അല്ലേ ഞാനു. 6 ഇനി നാളെ പിന്നെ 8 അപ്പൊ 2 താരം കൂടി 8, 9, 10 അത്രേ ഉള്ളു. ഇനി അതെ അമ്മ ഉണ്ടാക്കി അത്ത, പിന്നെ നമ്മള് അത്ത കളന്ന് കാണിച്ചു കൊടുത്തേ. വലിയ കാര്യത്തില് ജിത്യ ചാണനൊക്കെ മെഴുകി പിന്നെ പൂത്തറ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ മഴ പെയ്തിട്ട് നമ്മള് ഷീറ്റ് ഇത്ര വരികയുള്ളൂ. അല്ല പിന്നെ വലിയ ഷീറ്റ് വാങ്ങിയിട്ട് പിന്നെ വലിച്ചു കെട്ടേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ വിളിച്ച് എന്തായാലും അത് പൊളിച്ചിട്ട് പിന്നെ നേരെ പൂവ് കോലയിലേക്ക് കയറ്റി അത് ട്രഡീഷണൽ ആക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എന്നാൽ നമുക്ക് മൊത്തം പാളിപ്പോയി. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി നേരെ ഇനി പൂവ് വരയ്ക്കാൻ വേണ്ടി പോവാം. എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? അതുപോലെ ഗൈസ്, നമ്മൾ ഓണം സംബന്ധിച്ചിട്ട് നമ്മളെ മുറ്റമൊക്കെ മൊത്തം ഒന്ന് ക്ലീനൊക്കെ ആക്കി വെച്ചിരുന്നത്. ഇവിടെ അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കണം എന്ന് ഒറ്റക്കായിരുന്നു. ഞാൻ പണിസ്ഥലത്ത് പണിക്ക് പോയ സമയത്തായിരുന്നു ഓണം തുടങ്ങുന്നതിന് മുന്നേ. നമ്മളിവിടെയൊക്കെ നിരത്തി പൂച്ചട്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തം കാട് പിടിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിയതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ പിന്നെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യാനൂസിനായിട്ട് ഒരു കുഞ്ഞ് നമ്മൾ ഫിഷ് പോണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളൊരു ദിവസം പോയിട്ട് വരുന്ന സമയത്ത് അതിന് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങിക്കൊടുത്തുണ്ടോ. ഇവിടെ 2-3 ആശാന്മാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആമ്പല് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെറിയൊരു ഫിഷ് പോണ്ട് ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടാ. കുറേ നേരം അതിനെ കൊണ്ടും കളിച്ചോളൂ. അപ്പം നമ്മളിതാ നേരെ ഇനി വയലിലേക്ക് പാണ്ടി ലോറി ഒന്നും എടുക്കണ്ട. നമ്മൾ ചെറിയ പൂ പറിക്കുന്ന നേരത്ത് പാണ്ടി ലോറി കൊണ്ടാ പറിക്കുന്നത്. അവിടെ വെക്ക്.
ഗൈസ് അന്ന് നമ്മൾ സ്റ്റെപ്പ് കാര്യങ്ങൾ ഇതിലെ പൂപ്പ് കാര്യങ്ങൾ അവിടെയുള്ള പൂപ്പ് കാര്യങ്ങൾ ഈ സൈഡിലെ പൂപ്പ് കാര്യങ്ങളൊക്കെ പോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പോവാം. നമ്മൾ പഴയ കാലത്തൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, അന്നൊന്നും നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിലുള്ള പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ നേരെ താഴത്ത് വയലാട്ടോ. കുറച്ച് ദൂരം ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ വയലാണ്. അപ്പോൾ വയലിൽ ഇഷ്ടംപോലെ വരിയും കാര്യങ്ങളും ഉണ്ടാവും. വരി പറിക്കാനാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ആ ആ നമ്മളിതേ നേരെ തിരിച്ച് താഴത്ത് വയലിലെത്തി. അതാ കൊക്കയതാ വടിയതാ നമ്മുടെ വീടിൻ്റെ താഴത്തുള്ള ഇത് വിജിലേഷൻ്റെ വീഡിയോ കേട്ടാ. അവിടുന്ന് പേരക്ക നല്ല വലിപ്പമുള്ള പേരക്ക ഉണ്ട് കേട്ടോ. അടാ നേരെ മേക്കലാ വലുത്, അത് പറിക്കേ. നീ പിടിക്കുക, ഇതാ ഞാൻ പറിച്ചു തരാം ഇങ്ങോട്ടാ, ഞാൻ പറിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് പേരക്ക പോലും പറിക്കാൻ അറിയില്ല ഗൈസ്. ആ മൂത്തിട്ടില്ലേ അടിച്ചു പറിക്കും. നല്ല നാടൻ പേര കണ്ടോ, എല്ലാവർക്കും കിട്ടി. കൊളക്കോഴി അതാ ഞാൻ കൊളക്കോഴി കേട്ടാ. അത് വയലിലുണ്ടാവുന്ന കോഴിക്കിട്ടാ കോഴി. ഇങ്ങ് വാ, അവിടെ ഇല്ല, ഇങ്ങ് വാ. ഇങ്ങ് വരിയുണ്ട് നോക്കണം കേട്ടാ. യെസ്, മഞ്ഞപ്പൂവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. അയ്യോ മഴ ചതിച്ചു ഗൈസ്, മഴ ചതിച്ചു. ഇതില് വരി ഉണ്ടാവും, അത് പറിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടാ. ജാനുസേ ചതിച്ചു. അങ്ങോട്ട് പോലെ വാ, നമുക്ക് ജാനുവിൻ്റെ വീട്ടിൽ പോവാം. അവിടെ ഒരു വീടുണ്ട്, വാ. അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ പോവാം. നമുക്ക് അവിടെ മൊസാണ്ട് ഉണ്ടോ നോക്കാം. ആ വീട്ടില് മഴ ഗൈസ്, മഴ ഓടറാ ജാനു. ഗൈസ് നമ്മൾ താഴത്തെ വയലിൽ വന്നിട്ട് ഒന്നും കിട്ടിയില്ല ഗൈസ്. കാരണം വയലിൽ വരി ഉണ്ടാവുന്ന വെച്ചാൽ നമുക്കെന്നാ തിരിച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ നേരെ വേറെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇതിൽ തന്നെ പോയാലോ. നമ്മൾ വേറെ പേരുന്നു. ആ എന്നാ പിന്നെ വാ. ധ്യാനിച്ച വെള്ളത്തിൽ കാലി കേട്ടാ, അവൻ ചളി കൊണ്ട് ചവിട്ടി കേസ്. ഇവിടെ നമ്മളെ ഈ ഒരു പൂവുണ്ട്, ഇത് പറിക്കുന്ന വളരെ കുറവാട്ടാ പൂവ്. പ്രാവശ്യം പൂവില്ല. ഓണത്തിന് പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വാ എണീക്ക് ഞാനോ. ആ ആമ്പല് പറിച്ചല്ലേ, നമ്മളെ മീൻകുളത്തിലുള്ള നമ്മളെ ആമ്പലില്ലേ, അത് ഇവിടുന്ന് പറിച്ചോട്ടാ. ഈന്ന് എന്താ വെറുതെ നമ്മൾ വയൽ വരെ നടന്ന് കാലിന് ചെളിയാക്കി, വേറെ ഒരു കാര്യമില്ല. ആ അപ്പം ഞങ്ങളിനി ഇത്ര നാളും പൂവെല്ലാം ഉണ്ടാകുന്ന വയലിൽ പോയിട്ട് പറിക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനിയിപ്പം നമ്മൾ റോഡ് സൈഡിലേക്ക് നമ്മൾ നീങ്ങാൻ പോകട്ടാ. റോഡ് സൈഡിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അതാകുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ വെച്ച ചെടീൻ്റെ അകത്തെങ്കിലും പൂവുണ്ടാവും, അവിടെ പോയിട്ട് പൂ പറിക്കാനാവും നോക്കട്ടാ. ഓക്കെ, അങ്ങനെ കഴിച്ചത് ആദ്യത്തെ പൂ കിട്ടിയട്ടാ, ചെമ്പരത്തി. നമ്മളെ ചെമ്പരത്തി നമ്മൾ പറിച്ച് 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ കേട്ടാ. നോക്ക് ഇപ്പഴ ഉണ്ടാ എന്നാ വാ. നമ്മൾ സാധാരണ പൂവുണ്ടായാലും വയലിലൊക്കെയാണ്. ഇപ്പം ഇതാ വയലിൽ നിന്ന് മാറി നമ്മൾ നേരെ റോഡിൽ വന്ന് നോക്കുമ്പോൾ ഇഷ്ടം പോലെ പൂവ് ചെമ്പരത്തി. ആ ഇതിൻ്റെ മേലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂവുണ്ട് കേട്ടാ. ആ ധ്യാനു പൂവ് പറിക്കണ്ട, നമുക്ക് മൊട്ട് പറിക്കാം. മൊട്ട് പറിച്ചാൽ നാളെ രാവിലത്തേക്ക് പൂ വിരിയും. പപ്പ പറിച്ചു തരാം. ഒരു വെള്ള പൂ കിട്ടിക്കണം കേട്ടാ. അതിലിട്ടല്ല മോനെ, വേറെ കവറിലിട്ട്. ആ വേറെ കവർ അമ്മേൻ്റെ അടുത്ത് വാങ്ങിട്ട്.
ഒരു വെള്ള പൂവ് കേട്ടോ, നല്ല ഭംഗിൻ്റെ. ഇതാണ് നമ്മൾ പറിക്കുന്നത്. അപ്പോൾ 2 തരമായിരുന്നു വേണ്ട. നമുക്ക് റെഡ് റോസ് ചെമ്പരത്തിയും കിട്ടി, വെള്ളം കിട്ടി. 2 കൂടി കിട്ടിയാൽ നമ്മൾ ഇന്നത്തെ പൂപ്പറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ തിരിച്ച് അവിടുന്ന് പൂ പറിച്ച് തിരിച്ചിങ്ങോട്ട് വരുന്നേരം അവിടുന്ന് ചേച്ചി പറഞ്ഞ് പിന്നെ വയലിൽ അവർ തൊഴിലുറപ്പെടുക്കുന്ന സമയത്ത് അങ്ങ് ലാസ്റ്റ് ഒരിക്കൽ വരി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വരി പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അവിടെ ഉണ്ട് ധ്യാനിച്ച വരി ഇവിടെ ഉണ്ട്. ഇതാ ചേച്ചി പറഞ്ഞത് ശരിയാട്ടോ, ഇവിടെ ഉണ്ട്. ഇതാ ഇഷ്ടം പോലെ വരി ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ കേട്ടോ ഗൈസ്, ഇഷ്ടം പോലെ വരിയുണ്ട്. കാണിച്ചു തരാം. ഞാൻ ഇനി ഇറങ്ങും അതിത്തു. ഇങ്ങോട്ട് വാ, വീഴും. ഇങ്ങോട്ട് വേടാ, ഓട്ടോറിക്ഷ വരുന്നുണ്ട്. എന്താ ചുമക്കുന്ന ഈച്ച പോയോ? ഈ വരി 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 എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് തിരിയില്ല കേട്ടോ. അപ്പം നമ്മളെ ഈ നെല്ലിൻ്റെ മുകളിൽ നിന്നുണ്ടാകുന്ന സാധനം, നെല്ലിൻ്റെ മുകളിൽ നിന്നുണ്ടാകുന്നത് ഇത് നമ്മൾ ഉതിർത്തിട്ടാണ് ഇടുക കേട്ടോ. ഇത് നമ്മൾ ഉതിർത്തിടും. ഇതാണ് വരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നിറച്ചുണ്ട്. ഇത് പറിച്ചിട്ട് കേട്ടോ. പാലുട്ടി പാലുട്ടി എന്ന് വെച്ചിയേ നമ്മൾ പൂപ്പറിക്കാൻ വന്നപ്പോൾ രണ്ട് കുട്ടികൾ അല്ലേ? ഒന്ന് പേര് പറഞ്ഞോ, പേര് പറ. മൈനാബഹൻ. ഇതോ ഇതാരാ? കുഞ്ഞാവൻ്റെ പേരെന്നാ? എന്നാ കുഞ്ഞാവൻ്റെ പേര്? പേര് പറഞ്ഞേ, പേര് പറഞ്ഞേ. കുഞ്ഞാ പിണക്കാണോ? വെറൈറ്റി പേരാട്ടോ, നമ്മളെ നാട്ടിൽ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന 2 പേരുള്ള കുട്ടികളാണ്. ഇത് മൈനാബഹൻ, ഇത് പായൽ. പായൽ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പായൽ. അതെ ഞാനിസാ നമ്മൾ ഇന്നത്തെ പൂപ്പറിക്കൽ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതാണ് ഗൈസ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനി വീട്ടിൽ പോയിട്ട് കപ്പ വിഴുങ്ങാനുണ്ട്. അപ്പോൾ സമയം ഇപ്പം തന്നെ ഏകദേശം 5:30 മണി ആയിട്ടാണ്. 5:30 6 മണിയല്ലേ? 6 മണിയായി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക. പിന്നെ നമ്മളെ എന്താ പറയുക, വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് അറിയിക്കുക. അപ്പം വീണ്ടും നല്ല മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.